പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സിനി ഷാജു. തൃശ്ശൂർ എരുമപ്പെട്ടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വരുമ്പോൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പല ധ്യാനങ്ങളും ഞാൻ കൂടിയിട്ടുണ്ട്. ഇതിനു മുമ്പേ അമ്മ വന്ന് ധ്യാനം കൂടി എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ആദ്യത്തെ ദിവസം എനിക്ക് വലിയ അനുഭവം തോന്നിയില്ല. പക്ഷേ ഇന്നലെ ഞാൻ കുമ്പസാരത്തിൻ്റെ ലിസ്റ്റ് എഴുതിയപ്പോൾ നമ്മൾ സാധാരണ കുമ്പസാരിക്കാറുണ്ട്, പക്ഷെ എന്നാലും ഓൾറെഡിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോവും. പക്ഷെ ലിസ്റ്റിൽ നോക്കിയപ്പോഴാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ കുമ്പസാരിക്കാറില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആ ലിസ്റ്റ് നോക്കി എഴുതിയപ്പോൾ കുറേ കാര്യങ്ങൾ എഴുതി, അത് ഞാൻ കുമ്പസാരിച്ചു. അതുപോലെ ഇന്നലത്തെ ആരാധനയിൽ ഞാൻ ഇടയ്ക്ക് ഈശോ മാതാവിൻ്റെ പ്രകാശം എൻ്റെ മുഖത്ത് വന്ന് തട്ടണതും ഞാൻ വീഴണതും ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇന്നലത്തെ വൈകുന്നേരത്തെ ആരാധനയുടെ സമയത്ത് ഞാൻ ഇതുവരെ ഈശോനെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. രാജാതിരാജനായ ഈശോ ഒരു തളിക പാത്രത്തിൽ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഈശോ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ഇന്ന് രാവിലെ ഞാനിതുപോലെ വചനം പറഞ്ഞുള്ള അഭിഷേകാഗ്നിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണാണ് വലിയൊരു നീല പ്രകാശം എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പൊ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ ഒഴിഞ്ഞു പോണത് എനിക്ക് അറിയാനുണ്ട്. ഭയങ്കര സന്തോഷം വന്ന് നിറയണുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് എൻ്റെ ശരീരത്തിൽ ഒരു ബലൂൺ വെള്ളം നിറച്ചിട്ട് തൂതി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ പൊട്ടിപ്പോയ ഒരു ശൂന്യമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. എൻ്റെ ശരീരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഒന്നും കൂടി വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഒരിക്കൽ കൂടി നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് തെളിയിച്ചു തരണം. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം കൗൺസിലിങ്ങിന് വിട്ടപ്പോൾ കൗൺസിലിംഗ് ചെയ്ത ചേച്ചി പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയും മാതാവും പരിശുദ്ധാത്മാവും കൂടെ ഉണ്ട് പറഞ്ഞു. പക്ഷെ എനിക്ക് അപ്പോഴും എന്തോ ഒരു വിശ്വാസക്കുറവ് വന്നപ്പോൾ ഭയങ്കര സുഗന്ധമായിരുന്നു മാതാവിൻ്റെ. ഭയങ്കര സുഗന്ധം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പേ ആ ഒരു സുഗന്ധം അറിഞ്ഞിട്ടില്ല. അതുപോലത്തെ ഒരു സുഗന്ധം. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മാതാവ് എപ്പോഴും കൂടെയുണ്ട്, ഒരിക്കലും സങ്കടപ്പെടരുത്. പക്ഷെ ഇപ്പൊ എൻ്റെ ഉള്ളിൽ നിറയെ സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ജിൻസ് ബ്രദർ എൻ്റെ കയ്യിൽ മാതാവിനെ തന്നു. ഞാൻ വീണു. പക്ഷെ എൻ്റെ കൈ ഒരു തരിപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ കിടകിടകിടാന്ന് വിറയ്ക്കുകയാണ്. എനിക്ക് അറിയാനുണ്ട് ഞാൻ ബോധമില്ലാത്ത അവസ്ഥയിലാണെന്ന് എനിക്കറിയാം. പക്ഷെ കൈ കിടന്ന് വിറയ്ക്കണത് എനിക്കറിയാണ്ട്. മാതാവിനെ ഞാൻ ജിൻസ് ബ്രദർ കൊടുത്തിട്ടും കുറേ നേരം എൻ്റെ കൈയിൻ്റെ അടിയിൽ ഒരു ചുമന്ന കളറായിരുന്നു. ആ മാതാവിൻ്റെ ഇപ്പോഴും എൻ്റെ ഈ ചില സമയത്ത് കിടന്ന് കിടകിടാ വിറയ്ക്കുന്നുണ്ട്. അപ്പൊ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും നല്ലൊരു ധ്യാനം അനുഭവം എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി. ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ സഹോദരിക്ക് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗീത ചേച്ചിയുടെ മോളാണ്. വലിയ ദൈവാനുഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് പ്രൈസ് ദി ലോർഡ്.